തികച്ചും എൻ്റെ അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം ഭാര്യയ്ക്കൊരു നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്. മാന്യന്മാരിതിൽ കമൻറ്റ് ചെയ്യുന്നവരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, മറ്റുള്ളവരെന്ത് തേങ്ങ പറഞ്ഞാലും കമൻറ്റ് ചെയ്യുന്നുണ്ട്. വൈൽഡ് കാർഡ് കയറേണ്ട സമയം അതിക്രമിച്ചു, ലിറ്ററലി. ഓക്കെ, കാരണം ഇപ്പം ഒരു വശത്ത് ഗബ്രി കരഞ്ഞിരിക്കുന്നു, ജാസ്മിൻ കരഞ്ഞിരിക്കുന്നു, റോക്കി നല്ല രീതിയിൽ കയറി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ഉള്ളവരൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് സിങ്കായി തുടങ്ങി. പവർ ടീമാണെങ്കിൽ വെറും യൂസ്ലെസ്. അവരുടെ പവർ ഉപയോഗിച്ചൊരു തേങ്ങ അവർ ചെയ്യുന്നില്ല. മറ്റേ ഒരുമാതിരി കിൻഡർഗാർഡൻ പോലെയാണ് തോന്നുന്നത്. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ യമുന റാണി നേരെ വന്നിട്ട് ഒരു ദിവസം ബസ്സിൽ കഴിയട്ടെ, ഒരു ദിവസം ബാത്റൂം കഴിയട്ടെ, ഒരു ദിവസം തല ഒത്തിക്കട്ടെ, ഒരു ദിവസം ഫ്ലോർ കഴിയട്ടെ. പവർ ടീം തമ്മിൽ തന്നെ ഒരു ഐക്യവും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ വൈൽഡ് കയറാനായിട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അയാളുടെ ഒരു ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ അന്വേഷിക്കാനും എല്ലാ നൂക്ക് ആൻഡ് കോർണർ തപ്പി നടന്ന് A to Z കാര്യങ്ങൾ എടുത്ത്, അത് മാത്രമല്ല അത് പറയുന്ന കാര്യങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും. ഇയാളാണോ പറഞ്ഞത് അത് തെറ്റായിരിക്കും അല്ലെങ്കിൽ ഡൗട്ടായിരിക്കും എന്നൊന്നുമില്ല. കാരണം കേരളത്തിൽ ഇപ്പോൾ തൽക്കാലം എന്തെങ്കിലും ഒരു വിഷയം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഫർമേഷൻസ് കംപ്ലീറ്റ് ഇയാളുടെ കയ്യിൽ നിന്നായിരിക്കും കിട്ടുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഇയാളുടെ അടുത്തേക്കായിരിക്കും ആദ്യം ആ ന്യൂസ് പോകുന്നുണ്ടാവുക. അപ്പോൾ അതിന് അനുയോജ്യമായ, ഇയാളുടെ സ്വഭാവത്തിന് അനുയോജ്യമായ ഒരു പേര് തന്നെയാണ് ഇയാൾക്ക് കിട്ടിയിരിക്കുന്നത്, സീക്രട്ട് ഏജൻറ്റ്. അവനിപ്പം കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹി നോസ് എവറിത്തിങ്. അതിൻ്റെ ഉള്ള ആൾക്കാരെ അവനറിയാം, വീഡിയോസ് ചെയ്യുന്നുണ്ട്, എവിടെ എന്ത് കൊട്ടണം എന്ന് വൃത്തിക്ക് അറിയാം. അപ്പോൾ കണ്ടിന്യൂസ് റിവ്യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലെ ആൾക്കാർ പറഞ്ഞ കാര്യങ്ങൾ അവർ മറന്നു പോയിട്ടുണ്ടെങ്കിലും പുറത്തുള്ള നമ്മളെ ആൾക്കാർ ആരും മറന്നിട്ടില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഈ ഒരു സീരിയൽ സംഭവം, അല്ലെങ്കിൽ ഒരു നനഞ്ഞ പവർ ടീമിൻ്റെ അവസ്ഥ, അതല്ലെങ്കിൽ അവിടെ ഇപ്പം സിജോ സംസാരിക്കുന്നുണ്ട്, അർജുനൊന്നും ഒരു ഫൈറ്റ് ഇതിൽ സംസാരിച്ച് ഞാൻ കാണുന്നില്ല. സുരേഷ് ഏട്ടൻ എന്തേ മിണ്ടുന്നില്ലല്ലോ, ഒരു അക്ഷരം മിണ്ടുന്നില്ലല്ലോ. പക്ഷെ ജിൻഡോ ഓക്കെ, പിന്നെയും ജിൻഡോ ഒരു ഫണ്ണി നിഷ്കു ക്യാരക്ടറൊക്കെ ആയിട്ട് കയറി വരുന്നുണ്ട്. പക്ഷെ സുരേഷ് ചേട്ടൻ ഒന്നും മിണ്ടി ഞാൻ കാണുന്നില്ല. അതേപോലെ അർജുനും മിണ്ടി സംസാരിച്ചൊന്നും കാണുന്നില്ല. സിജോ പറഞ്ഞാൽ ശരിയാണ്, കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ മാതിരി റിസോർട്ടിൻ്റെ കാര്യമൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ടോക്ക് വന്നായിരുന്നു. ലൈക്ക് ഗബ്രിയുടെ ജാസ്മിൻ്റെ അടുത്ത് അവരുടെ വീട്ടുകാർ കണ്ടു കഴിഞ്ഞാലും ഇത് തന്നെ ആയിരിക്കും പറയുന്നുണ്ടാവുക. അതൊക്കെ വളരെ ക്രിസ്റ്റൽ ലോജിക്കായിട്ടുള്ള ടോക്ക് തന്നെയാണ്, ശരിയാണ് ആ പറഞ്ഞതൊക്കെ. പക്ഷെ അതല്ല എൻ്റെ വിഷയം, അതല്ല. വൈൽഡ് കാർഡ് കയറേണ്ട സമയം കഴിഞ്ഞു. കാരണം എന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണലി വൈൽഡ് കാർഡ് ആരെ എങ്ങനെ ഇപ്പോൾ ലിസ്റ്റിൽ വെച്ച് നോക്കി കഴിയുമ്പോൾ ഇവൻ കയറിയാൽ കറക്റ്റാകും. അവിടെ ഓരോ എടുത്ത് ചെന്ന് നൈസായിട്ട് ഇങ്ങനെ കൊട്ടി ഉണർത്തി അവരുടെ ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി. പുറത്തുനിന്ന് ഒരാൾ കയറുമ്പോൾ തന്നെ അവരുടെ കിളിയും കിളിക്കൂടും പോവും. പക്ഷേ ആദ്യത്തെ 2 ദിവസം അവനറിയാം എങ്ങനെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണം, എവിടെ സംസാരിക്കണം, എന്താണെന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട്. അതേപോലെ എൻ്റെ അഭിപ്രായത്തിൽ സായി ഒരു ഗ്രൂപ്പ് പിടിച്ചു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ അതിൻ്റെ ഉള്ളിൽ കയറുന്നതിന് മുമ്പുള്ള എൻ്റെ ഒരു ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. എൻ്റെ ഒരു തോട്ടാണ്. അങ്ങനെ ഒരു ഗ്രൂപ്പ് പിടിക്കുന്ന ഒരു ക്യാരക്ടർ അല്ല. ആൻഡ് ഗുഡ് കോപ്പും ബാഡ് കോപ്പും അവന് നന്നായിട്ട് അറിയാം. നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. അതുപോലെ പണിഞ്ഞു കഴിഞ്ഞാൽ നൈസായിട്ട് തിരിച്ച് പണിയാനും അറിയാം. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ സീക്രട്ട് ഏജൻറ്റ് അതിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗബ്രിയുടെയും ജാസ്മിൻ്റെയും വിഷമം തീരും. പവർ ടീം ഒന്ന് പവർ ആവും. ആകെ മൊത്തം റോക്കിക്കും നല്ലൊരു ഒപ്പോണൻ്റ് ആവും എന്നൊക്കെയാണ് എൻ്റെ ഒരു വിശ്വാസം. സോ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ സീക്രട്ട് ഏജൻറ്റ് വൈൽഡ് കാർഡായിട്ട് എത്രയും വേഗം അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഗെയിം ചേഞ്ചറായിട്ട് വരണം എന്നാണ്. ബാക്കി നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഗുഡ് ബൈ. എന്താ